നികേഷ് കുമാർ, കുറച്ചു കാലം മുൻപ് വരെ ലീഗ് നേതാക്കളെ പകൽ ലീഗും രാത്രി SDPIയും എന്ന പരിഹസിച്ചിരുന്നതാണ് CPIM. അതിൽ നിന്നും പൂർണ്ണമായും ആ നിലപാട് മാറ്റുന്നതിലേക്ക് CPM എത്തിയെന്ന് കാണേണ്ടതുണ്ട്. ലീഗുമായിട്ടുള്ള സംഘടനാപരമായ ഏറ്റുമുട്ടൽ CPM-ന് തുടരാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഇവിടെ സ്മൃതി ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-ന് ലീഗിനോട് ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളത്. നോക്കൂ, CPM ഇപ്പോഴും മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാൻ തയ്യാറായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്ന രീതിയിൽ മതേതര നിലപാട് CPM എടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ആദ്യഘട്ടത്തിൽ വിശകലനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടോ ലീഗിനെ മുന്നണിയിൽ എടുക്കുന്ന വിഷയം എന്നുള്ളത്, ലീഗിൻ്റെ ഈ സംഘടനാ രംഗത്തുള്ള ലീഗ് നേതാക്കന്മാരെ, ലീഗ് പ്രവർത്തകരെ വിടുക. ഇപ്പോൾ ഒരു ലീഗിനോട് ചാഞ്ഞു നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ കോണി ചിഹ്നം നിങ്ങളുടെ ബാലറ്റ് പേപ്പറിൽ ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഏതാണ് എന്നുള്ള ചോദ്യം വരികയാണ്. ആ സെക്കൻഡ് ഓപ്ഷൻ കോൺഗ്രസ് ആണോ അതോ LDF ആണോ? അത് LDF ആണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സജീവമായി CPM ഈ ലീഗിന് അർഹതയുണ്ടല്ലോ, ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നേരത്തെ ഉള്ളതിനേക്കാൾ സീറ്റ് കിട്ടും എന്നൊക്കെയുള്ള ഒരു ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രസ്താവനകൾ ഒരു കാരണവശാലും ലീഗിനെ ക്ഷീണിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അകറ്റി നിർത്തുകയോ ചെയ്യാതിരിക്കുക. എന്നിട്ട് ആ ഒരു സൗഹാർദ്ദ നിലപാടിൽ നിന്നുകൊണ്ട് ലീഗിൻ്റെ കോടി ചിഹ്നമില്ലാത്ത ഇടങ്ങളിൽ പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വോട്ടുകൾ ആകർഷിക്കുക. ഇതാണ് ഇപ്പോഴത്തെ നയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ, മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ യഥാർത്ഥത്തിൽ ലീഗിന് സ്പേസ് ഉണ്ടോ? അവിടെ CPI ഉണ്ട്, കേരള കോൺഗ്രസ് M ഉണ്ട്, 11 രാഷ്ട്രീയ പാർട്ടികളുള്ള മുന്നണിയാണ് LDF എന്ന് പറയുന്നത്. അവിടെ വളരെ എളുപ്പത്തിൽ കുറേ ലോക്സഭാ സീറ്റുകളും കുറേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സീറ്റുകളും കുറേ നിയമസഭാ സീറ്റുകളും കൊടുത്ത് ലീഗിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്പേസ് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത്തരമൊരു ആലോചന ഇല്ലാത്തതിനാൽ തന്നെ ആ കാര്യത്തിൽ നമുക്ക് സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് തീർപ്പ് കൽപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് ആത്മാർത്ഥത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്ലാൻ എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. Meet the editors.